ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് നമ്മൾ അടിപൊളി ഞണ്ട് കറിയുടെ റെസിപ്പിയാണ്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മുടെ കായൽ ഞണ്ട് കിട്ടുന്നുണ്ട്. കായൽ ഞണ്ടിൻ്റെ ഇപ്പോൾ ഒരു സീസണാണെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സാധാരണ മറ്റേ കാവാലി ഞണ്ടാണ് കിട്ടാറ്. കുറച്ച് നാളായിട്ട് ഈ ഞണ്ട് കിട്ടിയിട്ടുണ്ടായില്ല. നല്ല കായൽ ഞണ്ട്, നല്ല പുഴ ഞണ്ടൊക്കെ കുറച്ച് നാളായിട്ട് കിട്ടുന്നുണ്ടായില്ല. എപ്പോഴും ഈ കാവാലി ഞണ്ടായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് വെച്ചാൽ. അപ്പോൾ അത് ആ നല്ല പൊന്നുള്ള ഞണ്ടായിരുന്നു കേട്ടോ. കണ്ടാ നല്ല പൊന്നൊക്കെ ഉണ്ട്, നല്ല ഗോൾഡൻ കളറുള്ള പൊന്നൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ളപ്പോൾ ടേസ്റ്റും ഉണ്ടാവും. ആ മാംസത്തിനാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഞണ്ട് കറി വെക്കാം. അപ്പോൾ ആ ഞണ്ടെല്ലാം കഴുകി വൃത്തിയാക്കി അതിനകത്തോട്ട് ഞാൻ സവാളയൊക്കെ അരിഞ്ഞിട്ടു. സവാള ഒരു 2 സവാള എടുത്തോട്ടെ, നല്ല ഗ്രേവി വേണമല്ലോ. പിന്നെ അതിനകത്തോട്ട് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചതച്ചായിട്ടത്. പിന്നെ പൊടികളൊക്കെ ഇട്ട്, കുരുമുളക് പൊടിയും മല്ലിപ്പൊടി ഒരു 3 ടീസ്പൂണും, പിന്നെ കുരുമുളക് പൊടി 2 ടീസ്പൂൺ, പിന്നെ മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ടുള്ളൂ കേട്ടോ. പിന്നെ അതിനകത്തോട്ട് കുറച്ച് മസാലപ്പൊടി ഇട്ട്, ഒരു 3/4 ടീസ്പൂണോളം മസാലപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി ഇട്ട് ഉപ്പ് ഇടണം കേട്ടോ, ഉപ്പിടാൻ മറക്കരുത്. ഞണ്ടിന് ഇച്ചിരി ഉപ്പുണ്ടാവും, അപ്പോൾ അതുകൊണ്ട് അധികം ഉപ്പിടണ്ട, ഉപ്പൊക്കെ നോക്കിയിട്ട് ഇട്ടാൽ മതി. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഇട്ട് നല്ലോണം അങ്ങോട്ട് പെരട്ടി, നല്ലോണം ഇത് എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ നല്ലോണം അങ്ങോട്ട് പെരട്ടി അത് നമുക്ക് എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്ന ഞണ്ട് കറിയത്. വലിയ കറിയൊന്നും വെക്കാൻ അറിയാൻ പാടാത്ത ആൾക്കാർ കൂടി വെക്കാൻ പറ്റും. അതെല്ലാം കൂടി പെരട്ടിയിട്ട് ഞാൻ അടുപ്പത്തോട്ട് വെച്ചു കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി നല്ലോണം വറ്റി വരണ്ട് വന്നപ്പോഴേക്ക് നല്ലൊരു ഗ്രേവി നല്ല തിക്കായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഞാൻ ചോറും കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു. ഞണ്ട് കറി റെഡിയാക്കി കഴിഞ്ഞപ്പോഴേക്കും തന്നെ എനിക്ക് നല്ലോണം വിശന്നു. അപ്പോൾ ഞാൻ ആ ഞണ്ട് കറിയും കൂട്ടി ചോറ് കഴിച്ചു. വേറെ ഒരു കറി ഞാൻ എടുത്തില്ല, ആ ഞണ്ട് കറി മാത്രമേ എടുത്തുള്ളൂ. നല്ല ചൂട് ചോറും ഞണ്ട് കറി അടിപൊളി കോമ്പിനേഷൻ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ചാച്ചാ പപ്പായ.